അഭിസ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ റോയ് സാർ ആത്മഹത്യ ചെയ്തു. തോക്കുകൊണ്ടാണ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തത്. റെയ്ഡ് നടന്ന സമയത്താണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഈ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിനിമകളിലായാലും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കൈവശം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മാറ്റി വാങ്ങിച്ചു വെക്കാറുണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റോയ് സാറിന്റെ ഗൺ അവർ വാങ്ങി വെച്ചില്ല? 3 ദിവസങ്ങളായി തുടരുന്ന ഈ റെയ്ഡിന് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് വാങ്ങി വെക്കാത്തത്? സ്വയമായി ജീവൻ ഒടുക്കിയതാണോ, അതോ ആരെങ്കിലും കൊന്നതാണോ? വലിയ വലിയ മാഫിയകളുടെയൊക്കെ കളി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു രീതിയിലും ചിന്ത പോകേണ്ടതായിട്ടുണ്ട്. കാര്യം ഈ വലിയ വലിയ രാഷ്ട്രീയക്കാരുടെയും വലിയ വലിയ ഇനി ഇലക്ഷനൊക്കെ വരികയാണ്, അവരുടെയൊക്കെ ഫണ്ട് വരുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മരണത്തിന് ഒരുപാട് ദുരൂഹതയുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ വരുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്താ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ജീവനൊടുക്കി. സ്വയം വെടിവെച്ച് മരിച്ചത് ED റെയ്ഡിനിടെ. മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന്. ഈ റെയ്ഡുകൾ അവിടെ നടന്നിരുന്നു, രാവിലെ മുതൽ തന്നെ പരിശോധനകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് അല്ലെങ്കിൽ ആ പരിശോധനയ്ക്കിടെയാണ് ഈ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോ സഹോദരൻ ജോയ് സാറിന്റെ സഹോദരൻ പറയുന്നത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ സംസാരങ്ങളൊക്കെ വരുന്നത്. അവരുടെ ഒരുപാട് പ്രഷർ കാരണമാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്ന് ഇപ്പോൾ പറയുന്നു. ഒരു കാര്യം ചിന്തിക്കുക, ഇദ്ദേഹം ഇന്നും ഇന്നലെയും വന്ന് കോടീശ്വരനായതല്ല, സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് വന്ന് മുൻപന്തിയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം താഴെ നിന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരുപാട് സമയം ആത്മഹത്യ എന്ന ആ ഒരു ചിന്ത മനസ്സിലുണ്ടായി കാണും. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹം ആ ഒരു കടമ്പ ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തെങ്കിൽ, ഇങ്ങനെ ഈ ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഇദ്ദേഹത്തെ പോലുള്ള വലിയ വലിയ വ്യക്തികൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പാടാണ്, അല്പം പ്രയാസമാണ്. ഇത് എനിക്ക് തോന്നുന്നത് 2-3 ദിവസം ചർച്ച നടത്തും, ഇതങ്ങ് കഴിയും, ഇതങ്ങ് പറഞ്ഞു വിടും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, എന്തൊക്കെയോ വലിയ വലിയ ആൾക്കാരുടെ പങ്കുണ്ട്. അതൊക്കെ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. ചിലപ്പോ ഇപ്പൊ 8,000 കോടി ആസ്തിയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇപ്പൊ എന്തെങ്കിലും വലിയ വലിയ മാഫിയകളുമായിട്ട് ബന്ധം ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാകും. എത്രയൊക്കെ ആയാലും കൂടിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പൈസ ഉള്ള ആളായതുകൊണ്ട് തന്നെ പറയാണ്, എത്ര വലിയ വ്യക്തിയാണെങ്കിലും എന്ത് തന്നെ വലിയ ഒരു പ്രശ്നത്തിലായാൽ പോലും പൈസ കൊടുത്താൽ ഒതുക്കി തീർത്ത് ഇറങ്ങി വരാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്ന പൊതുവെ വലിയ വലിയ പണക്കാരൊക്കെ ചെയ്യുന്ന രീതിയാണ്. സാമ്പത്തികമായിട്ട് എത്രയാണെന്ന് വെച്ചാൽ അത്ര കൊടുത്ത് ഇറങ്ങി വരാവുന്നതേ ഉള്ളൂ. പക്ഷേ താൻ ഇത്രയും നാള് കെട്ടിപ്പൊക്കിയ ആ ഒരു പേര് പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും വേറെ പലർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മരണശേഷവും റെയ്ഡ് നടന്നിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ആ വീട്ടിലെ അല്ലെങ്കിൽ ആ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഇന്നാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. അദ്ദേഹത്തിന്റെ അനുജനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതില് ആരൊക്കെയാണോ പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഇവർക്കെതിരെയൊക്കെ അന്വേഷണം ഉണ്ടാവണം. ഇത് തേഞ്ഞു മാഞ്ഞ് പോകും എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കളികൾ വൻകിട ഭീമന്മാർ നടത്തുന്നുണ്ട്. ഇതൊന്നും നമ്മളെപ്പോലുള്ള ന്യൂസ് വായിക്കുന്ന പാവങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇതിൻ്റെ അകത്ത് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ ആദ്യം വാർത്ത വന്നത് തലയിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്ന് വന്നു. പിന്നീടാണ് നെഞ്ചിലാണ് വെടിവെച്ചത് എന്ന് പറയും. ഇതിപ്പോ തോക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ കണ്ടു കാണില്ല,
ചിലപ്പോൾ തോക്ക് എടുക്കുന്ന സമയത്ത് തോക്ക് പിടിച്ചു വാങ്ങിച്ചപ്പോൾ വെടിപൊട്ടിയതാണോ എന്നും സംശയമാണ്. മനഃപൂർവ്വം വെടിവെച്ചതാണോ എന്ന് സംശയമുണ്ട്. അവിടുത്തെ അദ്ദേഹം റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ അദ്ദേഹത്തിന്റെ ബിനാമി ഇടപാട് സംബന്ധിക്കുന്ന ആരെങ്കിലോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരാരെങ്കിലോ ചിലപ്പോൾ അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷേ ഞാനിപ്പോഴും പൂർണ്ണമായി വിശ്വാസത്തിൽ പറയുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. CCTV പരിശോധിക്കുക, നന്നായിട്ട് ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്യപ്പെടേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുക. ബാംഗ്ലൂരാണ് കാര്യം നടന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ വൻകിട സ്രാവുകൾ ഇതിൻ്റെ അകത്ത് ബന്ധം ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ്. ചുമ്മാ ഒന്നും ഇദ്ദേഹം ജീവനൊടുക്കി മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് മണ്ടന്മാരല്ല. പിന്നെ ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു 3-4 ദിവസം മുന്നേ ഇവർക്കൊക്കെ ഇൻഫോർമേഷൻ ഓൾറെഡി കിട്ടും, പിന്നെ റെയ്ഡ് നടക്കും. അത് പണച്ചാക്കുകൾക്കൊക്കെ കോടീശ്വരന്മാർക്കൊക്കെ മുന്നേ കിട്ടും, ഇന്ന റെയ്ഡൊക്കെ നടത്തും. പക്ഷേ ഇദ്ദേഹത്തിന് 1 മണിക്കൂർ കഴിഞ്ഞു ഇദ്ദേഹം പ്രഷർ കാരണം മുറിയിൽ പോയി വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ്. റെയ്ഡ് നടക്കുന്ന സമയത്ത് 1-2 ഉദ്യോഗസ്ഥർ ആരുടെ വീട്ടിലാണോ റെയ്ഡ് നടക്കുന്നത് അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവരെന്തിനാണ് റൂമിൽ കയറിയെന്നോ, എന്തിനാണ് കതകടച്ചെന്നോ, എന്തിനാണ് കുറ്റിയിട്ടെന്നോ എന്നൊക്കെ തിരക്കാനായിട്ട് അത്യാവശ്യം 2-3 ഉദ്യോഗസ്ഥരെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവണം. എന്തുകൊണ്ട് ഉണ്ടായില്ല? ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം പോലും ഒരു മാധ്യമങ്ങളും വെളിയിൽ വിടുന്നില്ല, വെളിയിൽ വിടാനായിട്ട് അവരനുവദിക്കുന്നില്ല. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്താണെന്ന് 2-3 ദിവസം കഴിഞ്ഞാലേ നന്നായിട്ട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. സോ ഇങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയും സ്വയം ഒരു പേര് കെട്ടി ഉയർത്തി മുകളിൽ വെച്ച് ഒരു നിശ്ചിത സമയത്ത് താഴെ വീഴുന്നു, അത് താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൽ കാര്യമില്ല. ഇദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോൾ ഇദ്ദേഹത്തെ അറിയാം. കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പല റിയാലിറ്റി ഷോയിലും, ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പ്രൈസ് അനൗൺസ്മെന്റ് നടത്തുന്ന സമയത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ജോയ് സാറ് നല്ല രീതിയിൽ എല്ലാ വർഷവും സമ്മാനങ്ങൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് വഴിയാണ്. അതുമാത്രമല്ല, ജനങ്ങളെ ഏറെ ശ്രദ്ധേയമാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് സീസൺ 7 റിയാലിറ്റി ഷോ വിന്നർ അനുമോൾ ആയിരുന്നെങ്കിൽ കൂടിയും അനീഷിനും കൂടെ തന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സമ്മാനം കൊടുക്കണം എന്നും അത് അനീഷിന് കൊടുത്തതും ആയിട്ടുള്ള കാര്യം നമുക്ക് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങനെയാണ്. ജനങ്ങൾ ചിന്തിക്കുന്നിടത്ത് അദ്ദേഹം ചെയ്തു തുടങ്ങും. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 150ഓളം ഫാമിലി ഉയരാനായിട്ട് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇഷ്ടംമാതിരി ആയിരക്കണക്കോളം ആൾക്കാർ ഇയാൾ സഹായിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കേഴ്സ്, ഇദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്രയും ആൾക്കാരെ കളഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ മറന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. വെയിറ്റ് ആൻഡ് സീ.